ഇന്ത്യൻ നിർമ്മിത സ്റ്റീലിനും അലൂമിനിയത്തിനും അധിക താരിഫ് ചുമത്തിയ നടപടിക്കെതിരെ ബദൽ നീക്കവുമായി ഭാരതം. അമേരിക്കയിൽ നിന്ന് ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്താനായി നീക്കമുണ്ട്. ലോക വ്യാപാര സംഘടനയിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയതായാണ് സൂചന. ഐസൻ ജോസ് വിവരങ്ങൾ നൽകും. ഐസൻ, വിശദാംശങ്ങൾ. ഇന്നലെ അതായത് മെയ് 12-ാം തീയതി ലോക വ്യാപാര സംഘടനയിൽ ഭാരതം നൽകിയ ഒരു പ്രപ്പോസലിലാണ് ഇക്കാര്യങ്ങളുള്ളത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഭാരതമാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ റോ സ്റ്റീൽ ഉൽപ്പാദകർ. അതായത് അസംസ്കൃത സ്റ്റീലിൻ്റെ ഉൽപ്പാദകരായ ഭാരതത്തിൻ്റെ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് അസംസ്കൃത സ്റ്റീൽ ഇറക്കുമതിക്ക് 25% നികുതി ഏർപ്പെടുത്തിയ ഒരു നീക്കം മാർച്ചിലാണ് നികുതി ഏർപ്പെടുത്തിയത്. അങ്ങനെ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ താരിഫുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങൾക്കും നികുതി ചുമത്തുന്ന ചൈനയ്ക്കും അതുപോലെ തന്നെ പല രാജ്യങ്ങൾക്കും നികുതി ചുമത്തുന്ന നീക്കം നടത്തുന്ന ആ കൂട്ടത്തിൽ തന്നെയാണ് ഭാരതത്തിലെ സ്റ്റീലിനും നികുതി ചുമത്താനുള്ളൊരു നീക്കമുണ്ടായത്. സമാനമായ നീക്കത്തിലൂടെ അതുപോലൊരു ബദൽ നീക്കത്തിലൂടെ ഭാരതവും ചില നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മറ്റ് ചില ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്താനുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം നടത്തുന്നതായുള്ള ഒരു നിർദ്ദേശം, അതിനുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഭാരതം നൽകിയിരിക്കുന്നത്. ലോക വ്യാപാര സംഘടനയിൽ നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശത്തിൽ ഏതെല്ലാം ഉൽപ്പന്നങ്ങൾക്കാണ് അധിക താരിഫ് ചുമത്താനുള്ളൊരു നീക്കം നടത്തുന്നതെന്ന് സംബന്ധിച്ച് വ്യക്തമായൊരു മറുപടി ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും ചില വസ്തുതകൾ ഇതിന് പിന്നിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെയാണ് ഈ നിർദ്ദേശം സമർപ്പിച്ചത് എന്നത് തന്നെ ചില പ്രാധാന്യത്തോടെ ചില അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ വളരെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സുപ്രധാനമായ പല ഉൽപ്പന്നങ്ങളെയും കൃത്യമായി ലക്ഷ്യം വയ്ക്കാനുള്ളൊരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ചൈനയും അമേരിക്കയും തമ്മിൽ നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതാണ്. വൻതോതിൽ കുറവ് വരുത്തിയിരുന്നു. രണ്ട് രാജ്യങ്ങളും പരസ്പരം ചുമത്തിയ നികുതി 115% കുറച്ചിരുന്നു. സ്വാഭാവികമായും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 30%വും തിരിച്ച് ചൈന ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 10%വുമാണ് നിലവിൽ നികുതിയുള്ളത്. ഈ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന നികുതി ഉൽപ്പന്നങ്ങളിൽ മയക്കുമരുന്ന് നിയന്ത്രണത്തിന് വേണ്ടിയുള്ള ഘടകം കൂടി ചേർത്തതുകൊണ്ടാണ് 30%ആയിരിക്കുന്നത്. 90 ദിവസത്തേക്ക് അത്തരത്തിലൊരു താരിഫ് ഘടനയിലേക്കാണ് ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കയറ്റുമതി വിഷയങ്ങളും കാര്യങ്ങളും നീങ്ങുന്നത്. സമാനമായ രീതിയിൽ ഒരു നീക്കം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഭാരതത്തിൻ്റെ പുതിയൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു തോതിൽ, അതായത് $8 ബില്യൺ ഒരു ഇടപാടാണ് ഭാരതവും അതുപോലെ തന്നെ ഈ അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്നത് ഈ അസംസ്കൃത സ്റ്റീലുമായി ബന്ധപ്പെട്ട്. ആ ഒരു രംഗത്ത് കാര്യമായൊരു ഇടപെടൽ നടത്താനുള്ളൊരു നീക്കമാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത്. ശരി.